വൈറ്റില ബസ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 15 പ്രീ ക്വാളിഫിക്കേഷൻ ടെൻഡറുകൾ ലഭിച്ചു. ഇവരിൽ യോഗ്യരായവരെയാണ് നിർമ്മാണ ടെൻഡറിൽ പങ്കെടുപ്പിക്കുക. വൈറ്റില ബസ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രീ ക്വാളിഫിക്കേഷൻ ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായ ഇന്നലെയാണ് 11 കമ്പനികൾ ടെൻഡർ സമർപ്പിക്കാനെത്തിയത്. ഇതോടെ ആകെ 15 പ്രീ ക്വാളിഫിക്കേഷൻ ടെൻഡറുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രമുഖ കമ്പനികളും പെടുന്നുണ്ട്. ഇതിൽ കേരളത്തിന് പുറത്തുള്ള ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നു. പ്രമുഖ കമ്പനികളെല്ലാം പദ്ധതി പ്രദേശത്ത് നേരിട്ടെത്തി സ്ഥല പരിശോധനയും മറ്റും നടത്തിയതിനു ശേഷമാണ് ടെൻഡർ നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതി പരിശോധിച്ചതിന് ശേഷമാണ് രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ടെൻഡർ നടപടി സ്വീകരിക്കുക. അതിനിടെ ബസ് ടെർമിനൽ പ്രദേശത്തെ സർക്കാർ ഓഫീസുകൾ ഈ മാസം 30-നകം മാറ്റണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നെങ്കിലും നടപടിക്രമങ്ങൾ എങ്ങും എത്തിയില്ല. ഇവിടെ പ്രവർത്തിക്കുന്ന 7 ഓഫീസുകളിൽ 6 കൃഷിവകുപ്പിന്റേതായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃഷിവകുപ്പ് മുൻകൈ എടുക്കണമെന്ന നിർദ്ദേശമാണ് ADM നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് ജില്ലാ ഭരണകൂടവും വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റി ഭരണസമിതിയും കൃഷിവകുപ്പ് ഡയറക്ടറുമായി പലവട്ടം ചർച്ച നടത്തിക്കഴിഞ്ഞു. ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ കൃഷിമന്ത്രിയെ കൂടി ഉൾപ്പെടുത്താനുള്ള ആലോചന നടക്കുന്നുണ്ട്. പദ്ധതി പ്രദേശത്തെ കേരഫെഡ് ഓഫീസ് ഇടപ്പള്ളിയിലെ കേരഫെഡിന്റെ തന്നെ സ്ഥലത്തേക്ക് മാറ്റാനാണ് ആലോചന. വൈറ്റില കൃഷിഭവൻ ഓഫീസ് കൊച്ചി നഗരസഭയുടെ വൈറ്റില മേഖലാ ഓഫീസിലേക്ക് മാറ്റും. ബാക്കിയുള്ള 5 ഓഫീസുകൾ മരട് EEC മാർക്കറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുള്ള കെട്ടിടങ്ങളിൽ ഏതെങ്കിലും ബസ് ടെർമിനൽ പ്രോജക്ട് ഓഫീസും മൊബിലിറ്റി ഹബ് സൊസൈറ്റി ഓഫീസും പ്രവർത്തിക്കാൻ